അമ്മയടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ പോവേണമെന്ന് പറഞ്ഞുകൊണ്ട്, കമ്പത്തിന് പോവേണമെന്ന്. അപ്പോൾ അമ്മ തടസ്സപ്പെടുത്തി. കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി നേരെ ആശാൻ്റെ കൂടെ പോയി. അതിൻ്റെ അടുത്ത ദിവസം കമ്പത്തിൻ്റെ അന്ന് വൈകുന്നേരം 4 മണിയായപ്പം ഞാൻ അവിടെ എത്തി. മക്കൾ പോയിട്ട് എപ്പോൾ വരും എന്ന് കാട്ട്. അപ്പോൾ ഇന്ന് രാത്രി എനിക്ക് വരാൻ പറ്റൂല, വെടിക്കെട്ടൊക്കെ കാണണം. കണ്ടിട്ട് അമ്മ രാവിലെ 7 മണിക്ക് ഞാൻ ഇവിടെ എത്തും, 7 മണിക്ക് മുമ്പേ എത്തും അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവ ഇറങ്ങി പോയപ്പം എനിക്കെന്തോ ഒരു മനസ്സിനകത്ത് ഒരു വെപ്രാളം, അതുവരേക്കും എനിക്ക് ഇല്ലാത്ത ഒരു വെപ്രാളം നടക്കെ വന്നു. ഞാൻ പിറക്കേന്ന് പോകണം, മക്കളെ പകരത്തിന് ആരെങ്കിലും നിർത്ത്, നീ എപ്പോഴും പോകും പോലെ അല്ല, ഇപ്പം എനിക്ക് എന്തോ ഒരു മനസ്സിന് വെപ്രാളം പോലെ വരുന്നു. മക്കൾ പോണ്ട, അവിടെ ഉത്സവം കാണാൻ നീ പോണ്ട എന്ന് പറഞ്ഞു. ആ പകരത്തിന് എനിക്ക് നിർത്താൻ ഒക്കില്ല എന്ന് പറഞ്ഞു. മറ്റേ പയ്യൻ വന്ന് കണ്ണൻ ചേട്ടാ വാന്ന് പറഞ്ഞു, വിഷ്ണു എന്ന് പറയും ഒരു അവൻ വന്ന് വിളിച്ചപ്പോൾ പിള്ള കൂടെ പോയിട്ട് അന്ന് രാത്രി ഞാൻ 2 വട്ടം വിളിച്ച് 2 വട്ടം എൻ്റെ പിള്ള കേട്ട് മറുപടി പറഞ്ഞ്. 3ാമത്തെ വട്ടം വിളിച്ചപ്പോൾ എൻ്റെ പിള്ള എടുത്തില്ല. അമ്പലത്തിൽ വന്നപ്പം തന്നെ ഭയങ്കരമായ മൂകതയും അവിടുത്തെ ആളുകളുടെ പെരുമാറ്റവും. ഞാൻ അങ്ങനെ അവിടെയുള്ള ആൾക്കാർ എന്നെ അവരെന്തോ പറയുന്നത് കേട്ട് അവിടെ തലേ ദിവസം ആ ക്ഷേത്രത്തിൽ ആനേര പുറത്തുനിന്ന് തിടമ്പ് തറ വീണ സമയത്ത് അവിടെയുള്ള നാട്ടുകാരും പരിസരത്തുള്ളവരും നാട്ടുകാരും പറഞ്ഞെന്ന്, ഈ സാധാരണ ആനപ്പുറത്തുനിന്ന് തിടമ്പ് വീണാൽ പിന്നെ ഉത്സവം നടത്താൻ പാടില്ലെന്നാണ്. എന്നിട്ടും അവിടെ ഉത്സവം നടന്നു. അതെങ്ങനെയെന്ന് എനിക്കറിയില്ല. കറക്റ്റ് ഒരു 11 മണി 11:45 ഫസ്റ്റ് കമ്പം സ്റ്റാർട്ട് ചെയ്തു. എതിർ കമ്പം കൃഷ്ണൻകുട്ടി ആശാനും ഞങ്ങളുടെ കൂടെ ഉള്ള കമ്പം കഴക്കൂട്ടം സുരേന്ദ്രൻ ആശാനുമാണ്. 1 മണിയായപ്പം ഒരു അപകടം നടന്നു, ഒരു ചെറിയ അപകടം. അമിട്ട് കൊളുത്തി, പക്ഷേ മേളിൽ പോയിട്ട് അത് പൊട്ടിയില്ല, ആ തറയെ വീണാണ് പൊട്ടിയത്. അപ്പോൾ അങ്ങനെ 4-5 പേർക്ക് പൊള്ളലേറ്റു, പരിക്ക് പറ്റി. അപ്പോൾ കുറച്ച് നേരം നിർത്തി വെച്ചിരുന്നു. പോലീസൊക്കെ ഇടപെട്ട്. അപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു കുഴപ്പമില്ല, എല്ലാ വർഷവും ഇങ്ങനെ ഇടപെട്ട് അപകടങ്ങൾ വരുന്നുണ്ട്, ചെറിയ അപകടങ്ങൾ സാധാരണ നിലയിലാണ് എന്ന് പറഞ്ഞു. നമ്മൾ വീണ്ടും ജോലി തുടങ്ങി. ഞാൻ അപ്പോഴും ഈ അമിട്ട് പറക്കി കൊടുക്കുന്ന ജോലിയാണ് എൻ്റേത്. കറക്റ്റ് ഒരു 3:30 മണിയായപ്പം വലിയൊരു ദുരന്തം. ആ സമയത്ത് ഞാൻ കമ്പ പെരയ്ക്കകത്തായിരുന്നു. ഓരോ അമിട്ട് നമ്പർ അനുസരിച്ച് എടുത്ത് കൊടുക്കുക എന്നാണ് എൻ്റെ ജോലി. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഓരോ നമ്പർ അനുസരിച്ച് അമിട്ട് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇത് ഒരു നമ്പർ മാറി അമിട്ട് പൊട്ടി. അങ്ങനെ സുരേന്ദ്രൻ ആശാൻ വന്ന് എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാമ ഈ ഇരുട്ടത്ത് ലൈറ്റ് പോലും ഇടാൻ പാടില്ല, ഒരു സ്പാർക്ക് വരും. അദ്ദേഹം അത്രത്തോളം നല്ല രീതിയിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഫോണിൻ്റെ ഒരു ചെറിയ കീപാഡ് സെറ്റ് കണക്കെ ഫോണിൻ്റെ വെട്ടത്തിലാണ് നോക്കിയാണ് നമ്പർ എടുത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്പർ എടുത്ത് കൊടുത്ത സമയത്ത് ഈ അമിട്ട് മാറിയോണ്ട് എന്നെ പിടിച്ച് പുറത്താക്കിയിട്ട് നീ ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനിയൻ സത്യം എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു അമിട്ട് എടുത്ത് അകത്തുനിന്ന് വേറൊരു അമിട്ട് എടുത്ത് തരികയും, ഞാൻ ഈ അമിട്ട് അവരെടുത്ത് തന്നത് നല്ല ചാക്ക് എല്ലാം പൊതിഞ്ഞാണ് തന്നത്. ഞാൻ അത് നെഞ്ചോട് ചേർത്ത് അത് അടുത്ത ഈ പൊട്ടിക്കാനായിട്ട് വേറെ ആളുടെ പാസ് ചെയ്യാൻ പോവുമായിരുന്നു. അത് വളരെ സേഫ്റ്റി ആയിട്ടാണ് ഞാൻ വെച്ച് കൊണ്ടുപോയ സമയത്താണ് എതിർ കമ്പത്തിൽ നിന്ന് ദിശ മാറി ഞങ്ങളുടെ കമ്പപ്പുരയിലോട്ട് വീണു. തീ മഴയായിട്ട് വീണുകൊണ്ടിരുന്നു. അത് വീണപ്പം നേരെ എൻ്റെ ശരീരത്താണ് വീണത്. ശരീരത്ത് വീണപ്പോൾ ഞാൻ ഈ വേദന കൊണ്ട്, ഞാൻ ഇതിൽ വീണത് ഞാൻ അറിഞ്ഞില്ല. ഈ വേദന കൊണ്ട് ഞാൻ നേരെ ഇത് സേഫ്റ്റി ആയിട്ട് തിരിച്ചു കൊണ്ടുവയ്ക്കാൻ വേണ്ടി കമ്പപ്പുര റൂമല്ല, കമ്പപ്പുര ഹാളിലോട്ട് കയറി. കമ്പപ്പുര ഹാളിലോട്ട് കയറിയപ്പോൾ വേറെ ആളുടെ കൊടുത്തിട്ട് ഉടൻ തന്നെ ഈ തീ കുടയാനായിട്ട് ഞാൻ തിരിഞ്ഞു നിന്നുകൊണ്ട് ഇങ്ങനെ കുടയായിരുന്നു. ഈ കുടയണ സമയം കിട്ടിയില്ല. അതിനു മുമ്പേ അദ്ദേഹത്തിൻ്റെ കയ്യിരുന്ന് ഇത് പൊട്ടിയപ്പോൾ ഉടൻ തന്നെ എന്താണ് സംഭവം എന്ന് പറഞ്ഞുകൂടെ എനിക്ക് ഒരു എഫക്റ്റ് കിട്ടും പോലെ ഞാൻ അങ്ങനെ തെറിച്ച് താഴെ വീണു. എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എണീച്ചപ്പം അത്ര നീറ്റലും ഒരുമാതിരി ശരീരം മൊത്തം നെയ്യ് പോലെ. അങ്ങനെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പേ അടുത്ത വലിയൊരു കമ്പം ഒരു 2-3 സെക്കൻഡ് ആയില്ല. അതിനു മുമ്പേ ഈ ബിൽഡിങ് അടിവേരോടുകൂടി നമ്മൾ നിന്ന കമ്പപ്പുര അടിവേരോടുകൂടി ഒരു 10 അടി പൊക്കത്തോടു കൂടി അങ്ങനെ പൊങ്ങിയിട്ടാണ്
തറയിൽ വന്നടിച്ച് ഭയങ്കരമായ രീതിയിൽ കമ്പപ്പര തകരണത്. കമ്പപ്പര തകർന്ന് നേരെ എൻ്റെ പുറത്തൂടെ വീണ്. എന്താണ് പിന്നെ അതിനുശേഷം ഈ വീണ് കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളുടെ എൻ്റെ തലയിൽ നല്ലൊരു അടിയേറ്റ്. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് പിന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അപ്പം തന്നെ ബോധവും പോയി.